ആലപ്പുഴ വരട്ടാർ നദിയിലെ ആനിയാർ ഭാഗത്തെ മണലെടുപ്പിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. തീരത്തിന് ഭീഷണിയാകും വിധം കണക്കില്ലാതെ മണൽ എടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പരാതി നൽകി. പിന്നാലെ അനിയന്ത്രിതമായി മണൽ എടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. വരട്ടാറ്റിലെ ആനയാർ ഭാഗത്ത് മണലെടുപ്പ് കാരണം പ്രദേശവാസികളുടെ വീടുകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. ചെളിയും പായലുമാണ് നീക്കുന്നതെന്ന വ്യാജേന ഭൂമിയിടിച്ചും കരിങ്കൽ കെട്ട് തകർത്തും മണൽ കൊള്ളയടിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അപ്പൊ അതിന് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ സമീപിച്ചപ്പോൾ കരാറുകാർ മാത്രമേ ഉള്ളൂ. കരാറുകാർ സർക്കാരിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് 3 മീറ്റർ മണ്ണെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് വൻതോതിൽ ഇവിടെ എല്ലാം മണലെടുക്കുന്ന ആ ഒരു പ്രവർത്തനം വന്നപ്പോൾ ഇതിന്റെ സമീപത്തുള്ള ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. അതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേജർ ഇറിഗേഷൻ ശ്രീ ബിനു ബേബി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മളുടെ ആശങ്കകൾ കേൾക്കാമെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും എല്ലാം അദ്ദേഹം ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞ ആശങ്കകൾ അദ്ദേഹം ശരിവെക്കുകയാണ് ചെയ്തത്. കാരണം പലയിടത്തും അനിയന്ത്രിതമായിട്ട് ഈ രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട്. മണൽ കൊള്ളയടിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ചു നൽകിയ പരാതിയിൽ കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി അന്വേഷിക്കുവാനെത്തി. തീരത്തോട്ട് ചേർന്നു നിൽക്കുന്ന വീടുകളുടെ കണക്കെടുക്കണമെന്നും അവയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടി മാത്രമേ നദിയുടെ ആഴം കൂട്ടൂ എന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണ് നീക്കം ചെയ്ത് ആഴം കൂട്ടുന്നതിന്റെ മറവിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് മണൽ വാരുന്നതെന്ന് പഞ്ചായത്ത് മെമ്പർ സാബു പറഞ്ഞു. ഇതിന്റെ അളവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ സബ് കോൺട്രാക്ട് എടുത്തേക്കുന്ന ആള് പറഞ്ഞു ഞങ്ങളുടെ JCBയുടെ കൈയുടെ ആഴമാണെന്നാ പറഞ്ഞു. ഇത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഗവൺമെന്റ് ഓർഡറാണ്, JCBയുടെ കൈയുടെ ഓർഡറാണ്. ഇതെല്ലാം കൊണ്ട് സർക്കാരിലേക്ക് കൊണ്ട് അടയ്ക്കാന്ന് പറഞ്ഞു. മണ്ണ് കൊണ്ട് യാടിക്കൊണ്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യാന്ന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ വാർഡിനോട് ചേർന്നുള്ള തിട്ടകൾ അവര് ഭൂമി ഇടിച്ച് വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ ഒരു കരിങ്കൽ കെട്ട് ഞാൻ എക്സിക്യൂട്ടീവ് വന്നായിരുന്നു, അവരെ കാണിച്ചു കൊടുത്തു. ലോഡ് കണക്കിന് കരിങ്കല്ലിറക്കി കെട്ടിയ ഒരു കരിങ്കൽ കെട്ട് ആ വീട്ടിൽ ആൾ താമസമില്ലാത്ത സമയത്ത് അത് മുഴുവൻ ഇടിച്ച് കനാലിന് ഈ നദിയുടെ സൈഡിൽ കൂടെ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. തിട്ട ഇടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ബഹുമാനപ്പെട്ട തിരുവല്ല MLAയുടെ ഒരു കവറിംഗ് ലെറ്ററോടുകൂടി മന്ത്രി റോഷി അഗസ്റ്റിനെ സെക്രട്ടേറിയറ്റ് നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഏകദേശം കൊടുത്തിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. നാളെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഒരു സൈഡ് കെട്ടും ഉണ്ടായിട്ടില്ല. അനിയന്ത്രിതമായി മണൽ വാരുന്നതിനെതിരെ തിരുവല്ല MLAക്ക് നിവേദനം നൽകിയിട്ടും 2 വർഷമായിട്ടും ശക്തമായ നടപടിയുണ്ടായില്ല. റോഡ് വശങ്ങളിൽ താമസിക്കുന്നവരുടെ സുരക്ഷയുറപ്പാക്കണം, മണലെടുപ്പ് അവസാനിപ്പിക്കണമെന്നതാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.